നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 2-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഉപാസന അറിയാൻ ശ്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, കണ്ണുനീരൊലിപ്പിച്ച് വിഷമത്തോടുകൂടി നിൽക്കുന്ന അർജുനനോട് ഭഗവാൻ ഇങ്ങനെ ചോദിച്ചു. അതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പം 2-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നത്? ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യമകീർത്തികരമർജുന. ഹേ അർജുന, ഈ വിഷമഘട്ടത്തിൽ ആര്യന്മാർ ചെയ്യാത്തതും സ്വർഗപ്രാപ്തിക്ക് ഉതകാത്തതും അതേപോലെ പേരുദോഷം ഉണ്ടാക്കുന്നതുമായ ഈ മൗഢ്യം നിനക്ക് എങ്ങനെ വന്നു ചേർന്നു? ഇതാണ് ഭഗവാൻ ഈ 2-ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. ആര്യന്മാർ അനുഷ്ഠിക്കാത്ത കർമ്മങ്ങൾ. ആര്യന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചിന്ത വെച്ച് നോക്കുമ്പോൾ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു പദമാണ്, ജാതീയമായൊക്കെ ചിന്തിക്കുമ്പോൾ. ഇവിടെ ഭഗവാൻ പറയുന്നത് ആര്യന്മാർ അനുഷ്ഠിക്കാത്ത കർമ്മങ്ങൾ. എന്താണ് ആര്യന്മാർ? ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ആര്യന്മാർ. അപ്പം ഏതൊക്കെയാണ് ശ്രേഷ്ഠമായ കർമ്മങ്ങൾ? അങ്ങനെ കർമ്മത്തിൽ ശ്രേഷ്ഠതയൊന്നും ഇല്ല. പക്ഷേ ചില പ്രതികൂല സാഹചര്യങ്ങൾ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തനിക്ക് അനുകൂലമായ വിധത്തിൽ പരിവർത്തനം ചെയ്ത് അത് പ്രവർത്തിച്ച് അതിൽ വിജയം നേടുന്നവരെയാണ് ആര്യന്മാരെന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: മനുഷ്യനാവുമ്പോൾ അവന് എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകും. ആ പ്രതിസന്ധികളെ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു വിഷമഘട്ടത്തിൽ തളർന്നു പോവാതെ തൻ്റെ ഉദ്ദേശശുദ്ധിയോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക. ഇതിന് കഴിവുള്ളവരെയാണ് ആര്യന്മാർ എന്ന് ഭഗവാൻ ഇവിടെ അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ സ്വർഗപ്രാപ്തിക്ക് ഉതകാത്ത കാര്യങ്ങൾ. സ്വർഗപ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ സാധാരണ ഭാഷയിൽ പറയണ പോലെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. ആ സ്വർഗം എന്നല്ല ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തന്നെ ഇവിടെ ചില സ്വർഗങ്ങൾ പണിയണം. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ച് വിജയം നേടിയാൽ ആ വിജയം തന്നെയാണ് ഇവിടെ സ്വർഗം. നമുക്ക് നാമേ പണിവതു നാഗം നരകവും. അതുപോലെ നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് നമുക്ക് സ്വർഗമുണ്ടാക്കുന്നത്. സത്പ്രവർത്തികൾ ചെയ്താൽ അതിന് നല്ല ഫലങ്ങൾ തിരിച്ചു കിട്ടും. തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നുണ്ട്, ഫലത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട, അത് ഞാൻ തരുന്നതാണെന്ന്. അപ്പോൾ നമ്മൾ ചെയ്തത് നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്കതിന് തീർച്ചയായിട്ടും നല്ല ഫലം കിട്ടും. പൊട്ട കാര്യങ്ങളാണെങ്കിൽ പൊട്ട ഫലം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സ്വർഗപ്രാപ്തി. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉന്നതിയിലെത്തി നിൽക്കുന്ന ആ സ്വർഗപ്രാപ്തി. നമ്മൾ നല്ലത് ചെയ്താൽ, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്താൽ അവർ നമ്മളെ സ്നേഹിക്കും. അങ്ങനെ നമുക്ക് ആ സ്വർഗപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പറയുന്നത് പേരുദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്ന്. പേരുദോഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് ജനിച്ച സമയത്ത് നമ്മുടെ ആത്മാവിനൊരു പേര് ചാർത്തി തരുന്നുണ്ട്. ആ പേര് വളരെ അർത്ഥവത്താക്കി നമ്മുടെ ധർമ്മബോധത്തിൽ, നമ്മുടെ പ്രവർത്തികളിൽ കൂടി വളരെ അർത്ഥവത്തമാക്കി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേരുദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കണം. അപ്പോൾ അങ്ങനെ പേരുദോഷം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ഇതൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. 3 കാര്യമാണ് ചോദിക്കുന്നത്. ഒന്ന്, ആര്യന്മാർ അനുഷ്ഠിക്കാത്ത കാര്യങ്ങൾ, അതേപോലെ സ്വർഗപ്രാപ്തിക്ക് ഉതകാത്ത കാര്യങ്ങൾ, അതുപോലെ പേരുദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ഈ പ്രതികൂല സാഹചര്യത്തിൽ നിനക്ക് എങ്ങനെ ചെയ്യാൻ നിനക്ക് സാധിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് നിനക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? നീ വില്ലാളി വീരനല്ലേ, എല്ലാം അറിവുള്ളവനല്ലേ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉയരാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഈ 2-ാമത്തെ ശ്ലോകത്തിൽ കൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആചരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആചരിക്കാൻ പാടില്ലാത്തത്, ഓരോ രീതിയിലുള്ള ആചരണങ്ങളെ കൊണ്ടും എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ,
ഇതൊക്കെയാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ശരിക്ക് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ വീണ്ടും കാണാം. മൂന്നാമത്തെ ശ്ലോകമായിട്ട് മറ്റൊരു വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.